ജോയിന് വേണ്ടി ഞങ്ങൾ റൂമിനടുത്ത് നിന്ന് 44 ബസ്സുണ്ട് ഫെസ്റ്റിവൽ സിറ്റിയിലേക്ക്. അപ്പോൾ അവിടേക്ക് പോകും. ജോയ സേ ഹായ്. ഞങ്ങൾ പഞ്ചൊക്കെ ചെയ്ത് പോയോണ്ട് അല്ലേ. അങ്ങനെ ഞങ്ങൾ ഫെസ്റ്റിവൽ സിറ്റിയിലെത്തി. ഈവനിങ്ങിലായതുകൊണ്ട് ചെറിയൊരു ചൂടിന് കുറവുണ്ട്. അപ്പോൾ നല്ലൊരു കാറ്റും നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. അപ്പോൾ ജോയ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഓടിച്ചാടി കളിക്കാനും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച അവിടെ പാർക്കിൻ്റെ ഫെസിബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് താൽക്കാലികത്തേക്കായിട്ട് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞു അവിടെ ഉള്ളവർ. സാധാരണ ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ അവളെ പപ്പ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ് അവളെ പപ്പ കൂടെ ഉണ്ടാകുമ്പം. അപ്പോൾ ഇപ്രാവശ്യം എന്താ വെച്ചാൽ ഞങ്ങൾ കൂടെ പപ്പനെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. ഓഫീസിൽ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തണമെങ്കിൽ ലേറ്റ് ആവുമല്ലോ വിചാരിച്ചിട്ട്. വണ്ടി പോട്ടെ. പി 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 പി. ജോയ മൂഡ് ഔട്ടായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ സർപ്രൈസ് ആയിട്ടാണ് അവളുടെ പപ്പ അവിടെ എൻട്രി ആയത്. അതോടുകൂടി അവളെ ഹാപ്പിയായി. നിങ്ങളൊക്കെ വിചാരിക്കണ്ടാവും ഈ ചെറിയ കുട്ടികൾ ഓട്ടണ വണ്ടിയിൽ വലിയ കുട്ടികൾ എന്താണെന്ന് ഓട്ടണമെന്നല്ലേ. പക്ഷെ നമുക്കൊക്കെ വേണ്ട ചെറുപ്പത്തിലേക്കൊന്ന് പോവാം. അപ്പോൾ അത് നമ്മളും എപ്പോഴും കുട്ടികളെ പോലെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് നിൽക്കണതാണ് നമുക്കും നല്ലത്. അപ്പോൾ അങ്ങനെ സോനൈറ്റൊക്കെ കളിപ്പിക്കാൻ തുടങ്ങി. സോനൈറ്റ് വട്ടം കറങ്ങി. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ ഫെസ്റ്റിവൽ സിറ്റിയിൽ. പക്ഷേ അവിടെ എന്താ വെച്ചാൽ കുട്ടികൾക്കുള്ള എൻ്റർടൈൻമെൻറ്റിൻ്റെ പാർക്കും ഇതൊക്കെ താൽക്കാലികത്തേക്കായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളായിട്ട് ഇപ്പോൾ പോവാതൊക്കെയാണ് ഏറ്റവും നല്ല ബെറ്റർ. വീഡിയോസ് ഉണ്ടാവാറുണ്ട് ഇവിടെ. അപ്പോൾ ഇന്ന് 3D വീഡിയോസ് ഒന്നുമില്ല. കാരണം ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അങ്ങനെയാണ് വ്യത്യാസം. KFC-ആണ് ഇപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത്. ക്രിസ്പി KFC. Zoya.